Dear students, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് പ്രിൻസിപ്പിൾസ് ഓർ എലമെന്റ്സ് ഓഫ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നും കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നും ഇന്നലെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കോർപ്പറേറ്റീവ് ഗവേണൻസിന്റെ പ്രിൻസിപ്പിൾസ് ഓർ എലമെന്റ്സ്. The entire principle or elements of corporate governance are centered around three interrelated segments. മൂന്ന് കാര്യങ്ങളാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന് ഇന്റഗ്രിറ്റി ആൻഡ് ഫെയർനെസ്, ട്രാൻസ്പെറൻസി ആൻഡ് ഡിസ്ക്ലോഷർ, അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും വളരെ ഫെയർ ആയി ഇന്റഗ്രിറ്റിയോടുകൂടി ചെയ്യുക, എല്ലാവർക്കും ട്രാൻസ്പെറന്റ് ആവുന്ന രീതിയിൽ, അത് നമ്മുടെ അടുത്ത് ഒന്നും മറച്ചു വെക്കാനില്ലാത്ത രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുക. കാരണം ഇതൊരു പേഴ്സണൽ ആസ്പെക്റ്റ് അല്ല, ഒരു സ്ഥാപനമാണ്. പബ്ലിക് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫേംസ് ആണെങ്കിലും ഏതാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഏറ്റെടുക്കുമ്പോൾ അത് അത്രയും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാനും അത്രയും നല്ല രീതിയിൽ അക്കൗണ്ടബിൾ ആയിട്ട് ചെയ്യാനും സാധിക്കാം. These are known as three pillars of corporate governance. ഇവിടെ ത്രീ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് കോർപ്പറേറ്റ് ഗവേണൻസ്. ഫസ്റ്റ് എന്താ? ഇന്റഗ്രിറ്റി ആൻഡ് ഫെയർനെസ്, ട്രാൻസ്പെറൻസി ആൻഡ് ഡിസ്ക്ലോഷർ, അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. To achieve these, the following are the cardinal principles. First one പറയുന്നു, define the role and power of the board. നമ്മൾ പോയിന്റ്സ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ, എക്സ്പ്ലനേഷൻസ് ഞാൻ പറയുന്നേ ഉള്ളൂ, അതിൽ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല. പോയിന്റ്സ് മാത്രം ഞാൻ ഇതിൽ സ്ലൈഡിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതായത് ഡിഫൈൻ ദ റോൾ ആൻഡ് പവേഴ്സ് ഓഫ് ബോർഡ്. ഒരു ബോർഡ്, ഒരു സ്ഥാപനത്തിന്റെ ബോർഡ് എന്ന് പറയുന്നത്, അതിന്റെ ബോർഡ് ടീം എന്ന് പറയുന്നത് MD അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO, ചെയർമാൻ എന്നിവരടങ്ങുന്നതാണ്. അവരുടെ ആ സ്ഥാപനത്തിലെ പവേഴ്സ്, റോൾസ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പെറൻസി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇനി പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിട്ടും അതുപോലെ ഇൻഡിപെൻഡൻസ് ആയിട്ട് ഓരോരുത്തർക്കും ഓരോ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും നല്ല രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനും സാധിക്കണം. Uphold the impartiality to all stakeholders. ഒരു സ്ഥാപനത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ? സ്ഥാപനത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എംപ്ലോയീസ്, സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതുപോലെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരും സ്ഥാപനത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അവരോട് യാതൊരു രീതിയിലുള്ള പാർഷ്യാലിറ്റിയും നമ്മൾ കാണിക്കാനായിട്ട് പാടില്ല. എൻഷുർ അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ അവരോട് അക്കൗണ്ടബിലിറ്റിയും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ചാർട്ട് ക്ലിയർ ആൻഡ് എക്സ്പ്ലിസിറ്റ് ലെജിസ്ലേഷൻസ്. Chart clear and explicit legislations and regulations and enforce them without looking at color, creed, etc. ഇവിടെ കളർ, ക്രീഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള വർണ്ണ വിവേചനം, ജാതി വിവേചനം ഒക്കെ തന്നെയാണ്. അതായത് യാതൊരു സ്ഥാപനത്തിലും അവരേത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഏത് മതവിശ്വാസിയാണ്, ഏത് വർഗത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെയുള്ള ഒരു വ്യത്യാസങ്ങളും വരുത്തേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ആ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. എൻറിച്ച് ബോർഡ് സ്കിൽസ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ടീം മസ്റ്റ് ബി റിച്ച് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ടെക്നിക്കൽ. അതായത് നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ സ്ഥാപനത്തിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ സ്കില്ലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം. കാരണം അവരുടെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ്ങിന്റെയും ഓർഗനൈസിങ്ങിന്റെയും എഫക്റ്റ് ആണ് നമ്മളിലൂടെ പോകുന്നത്. അവര് നന്നല്ല എങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളും നന്നല്ലാതാകുന്നു എന്നുള്ളതാണ്. ശരിയായി.
നന്നല്ല എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു ടെക്നിക്കൽ സ്കില്ലും ഫിനാൻഷ്യലി ലീഗൽ മാറ്റേഴ്സിലെ അവയർനെസ്സും എല്ലാം ഇതിന്റെ ഭാഗമായി വരുന്നു. നെക്സ്റ്റ് വൺ പറയുന്നു ക്രിയേറ്റ് ഗുഡ് മാനേജ്മെന്റ് എൻവയോൺമെന്റ്, സെറ്റപ്പ് clear and concrete objectives and suitable ethical framework, establishing due process, sound business and planning. Okay, next one is fool proof board appointment. ഒരു തരത്തിലും qualified അല്ലാത്ത, make sure that competent and qualified and deserving people are coming to the board team. Selection, appointment and reappointment must be fair and transparent. Position must be filled after extensive research. ഒരു സ്ഥാപനത്തിലെ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റിപ്പുലേറ്റഡ് ബോർഡ് മീറ്റിംഗ്, അതായത് നമ്മള് സ്ഥാപനത്തിനെ സംബന്ധിച്ചുള്ള നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ടൈം ടു ടൈമിലെ മീറ്റിങ്ങുകൾ നടത്താനും ഈ മീറ്റിങ്ങുകളുടെ അജണ്ട ഏത് രീതിയിലാണ് എന്നതും ഒക്കെ സ്ഥാപനത്തിന്റെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. റോൾ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ഒരു സ്ഥാപനത്തിലെ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പഠിച്ചു, ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോ ഈ ഓഡിറ്റ് കമ്മിറ്റി, വെൽ കമ്പോസ്ഡ് ഓഡിറ്റ് കമ്മിറ്റി ടു വർക്ക് as liaison with management, internal and statutory auditors, reporting to the board on the key issue. Next one, റിസ്ക് മാനേജ്മെന്റ്, സ്ഥാപനത്തിൽ വരുന്ന റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്രൂവ്ഡ് നോംസ് ഓഫ് എത്തിക്കൽ പ്രാക്ടീസസ് ആൻഡ് കോഡ്സ് ഓഫ് കണ്ടക്ട്, നീഡ് ഫോർ വിസ്ലിംഗ് ബൗളേഴ്സ് പോളിസി. വിസ്ലിംഗ് ബൗളേഴ്സ് പോളിസി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിലെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ അത് തുറന്നു പറയാനുള്ള ഒരു റൈറ്റ് എല്ലാ എംപ്ലോയിക്കും പ്രൊവൈഡ് ചെയ്യണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കോ എന്നുള്ള പേടിയില് തുറന്നു പറയാതെ അത് വലുതായിട്ട് മൂർച്ചയേറിയും അത് സ്ഥാപനത്തിന്റെ നല്ല പ്രവർത്തനത്തിന് സുഗമമായ നടത്തിപ്പിന് ഭംഗം വരുന്ന ഒരു രീതിയിലേക്ക് മാറരുത് എന്നുള്ളതാണ് വിസിൽ ബൗളേഴ്സ് പോളിസി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോണിറ്റർ ദ ബോർഡ് പെർഫോമൻസ്, ബോർഡിന്റെ പെർഫോമൻസിനെ സംബന്ധിച്ചുള്ള അത് മോണിറ്റർ ചെയ്യാം. ഓർഡർലി സക്സഷൻ അറ്റ് ബോർഡ് ആൻഡ് സീനിയർ മാനേജ്മെന്റ് ലെവൽ ആൻഡ് ഡിവിഡൻഡ് ഡിസ്ക്ലോഷർ, സ്ഥാപനത്തിൽ ലഭിക്കുന്ന ഡിവിഡൻഡ് വ്യക്തമായ രീതിയിൽ, അതായത് നമുക്കൊന്നും മറച്ചു വെക്കാനില്ല, സ്ഥാപനത്തിന് കിട്ടുന്ന വരുമാനം അത് വളരെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാനും അത് ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നതും ബാക്കി ഫണ്ട് എത്രയുണ്ട് എന്നുള്ളതും സ്ഥാപനത്തിന്റെ അസറ്റ്സ് എന്താണെന്നുള്ളതും സ്ഥാപനത്തിന്റെ ലയബിലിറ്റീസ് എന്താണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് 16 പോയിന്റ്സ് കാർഡിനൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു. ഇതിൽ നിന്നൊക്കെ കൂടുതൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് കൂടുതൽ പതിയാണ്. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.